ആമ്പല്ലൂർ വരന്തരപ്പിള്ളി റോഡിൽ വരാക്കര ക്ഷേത്രത്തിനു സമീപത്ത് സംരക്ഷണ ഭിത്തി തകർന്ന കലുങ്കിന്റെ പുനർനിർമ്മാണം ആരംഭിച്ചു. റോഡിന്റെ മറുവശത്തുള്ള കാലപ്പഴക്കം ചെന്ന കലുങ്കിന്റെ സംരക്ഷണ ഭിത്തിയും നവീകരിക്കണമെന്ന് നാട്ടുകാർ. ഒരു മാസം മുൻപാണ് പൊതുമരാമത്ത് റോഡിലെ കലുങ്കിന്റെ സംരക്ഷണ ഭിത്തിയുടെ ഒരു ഭാഗം തോട്ടിലേക്ക് ഇടിഞ്ഞത്. കാലപ്പഴക്കം ചെന്ന സംരക്ഷണ ഭിത്തിയുടെ ബാക്കിയുള്ള ഭാഗവും ഏത് സമയത്തും നിലം പൊത്താവുന്ന സ്ഥിതിയിലായിരുന്നു. വീതി കുറഞ്ഞ റോഡിൽ കലുങ്ക് തകർന്നതോടെ വാഹനയാത്രക്കാരും കാൽനട യാത്രക്കാരും ഒരുപോലെ ഭീതിയിലായിരുന്നു. സമീപത്തെ സ്കൂളിലേക്കുള്ള വിദ്യാർത്ഥികൾ സൈക്കിളിലും കാൽനടയായും യാത്ര ചെയ്തിരുന്ന റോഡിൽ വാഹനങ്ങൾ വരുമ്പോൾ മാറി നിൽക്കാൻ സ്ഥലമില്ലാത്ത വിധമാണ് കലുങ്കിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു കിടന്നിരുന്നത്. ഇരുവശത്തു നിന്നും ഒരേ സമയം വലിയ വാഹനങ്ങൾ വന്നാൽ കടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ള വളവിലാണ് കലുങ്ക് തകർന്നിരുന്നത്. കോടികൾ മുടക്കി റോഡ് നവീകരിച്ചപ്പോൾ കാലപ്പഴക്കം ചെന്ന കലുങ്ക് പുതുക്കിപ്പണിയാൻ അധികൃതർ തയ്യാറാകാതിരുന്നത് നേരത്തെ വ്യാപക പ്രതിഷേധത്തിന് കാരണമായിരുന്നു. നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലെ അപകട മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന കലുങ്കിന്റെ ഇരുവശത്തുമുള്ള സംരക്ഷണ ഭിത്തി നവീകരിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ പൊതുമരാമത്ത് വകുപ്പിന് പരാതി നൽകിയിരുന്നു. ആമ്പല്ലൂർ പാലപ്പള്ളി പീഠപ്പള്ളി റോഡിലെ വരാക്കര അമ്പലത്തിൻ്റെ സമീപമുള്ള കലുങ്ക് ഇടിഞ്ഞു പോയത് വിദ്യാർത്ഥികൾക്ക് വളരെയധികം അപകട ഭീഷണി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. 3 സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾ പോകുന്നത് ഈ കലുങ്കിനോട് ചേർന്നിട്ടുള്ള PWD റോഡാണ് ആശ്രയിക്കുന്നത്. ഇത് എത്രയും പെട്ടെന്ന് ഇതിന് സംരക്ഷണ ഭിത്തി കെട്ടി അപകടം ഒഴിവാക്കാനുള്ള നടപടി ആവശ്യപ്പെട്ട് കൊടകര സെക്ഷൻ PWDക്ക് നമ്മൾ പരാതി നൽകി. ഇത് സംബന്ധിച്ച് വർക്ക് ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വർക്ക് നടക്കുന്ന കലുങ്കിൻ്റെ മറുവശത്തുള്ള കലുങ്കും വീതി കൂട്ടി കൂടുതൽ ജനങ്ങൾക്ക് പോകാനുള്ള സൗകര്യം ഒരുക്കി പുതുക്കി പണിയണമെന്നും ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ തകർന്ന ഭാഗത്തെ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണമാണ് ആരംഭിച്ചിട്ടുള്ളത്. റോഡിന്റെ മറുവശത്തെ കലുങ്കും നവീകരിക്കണമെന്നും വീതി കുറഞ്ഞ പാതയിൽ വാഹനങ്ങളുടെ വേഗം നിയന്ത്രിക്കാൻ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ആമ്പല്ലൂർ വരന്തരപ്പിള്ളി പാതയിൽ വരാക്കര ക്ഷേത്രത്തിന് സമീപത്ത് കലുങ്ക് ഇടിഞ്ഞത്, റോഡരികിലെ കലുങ്ക് ഇടിഞ്ഞത് നേരത്തെ വലിയ ആശങ്കയായിരുന്നു. നിരവധി വിദ്യാർത്ഥികളടക്കം സഞ്ചരിക്കുന്ന ഈ പാതയിൽ കാൽനട യാത്ര പോലും അസാധ്യമായ രീതിയിലാണ് ഈ കലുങ്ക് ഇടിഞ്ഞിരുന്നത്. നേരത്തെ റോഡ് ലക്ഷങ്ങൾ ചെലവിട്ട് നവീകരിച്ചപ്പോഴും അപകടാവസ്ഥയിലുണ്ടായിരുന്ന ഈ കലുങ്ക് നവീകരിക്കാത്തത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഇപ്പോൾ ഈ കലുങ്കിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനം